ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ടെൻഡർ ടച്ചിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പം ഒന്നാം ഭാഗം എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിൻഡോയുടെ അടുത്ത് ഒരു ഗേളിനെ കണ്ടിരുന്നു അല്ലേ? ആരായിരിക്കും ആ പെൺകുട്ടി? എ ഗേൾ അറ്റ് ദി വിൻഡോ. ഇതാണല്ലേ ഹെഡിങ്. വിൻഡോയിൻ്റെ അടുത്തുള്ള ഗേൾ ആരാന്ന് നമുക്ക് നോക്കാം. നവീൻ ലുക്ക്ഡ് അറ്റ് ദി വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീന് ലുക്ക്ഡ് നോക്കി, അറ്റ് ദി വിൻഡോ വിൻഡോയിലൂടെ നോക്കി, ജനലിലൂടെ നോക്കി, ആൻഡ് സോ എ ഗേൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവേർ ഹി സെഡ്. എന്താണ്? ഞാൻ അവളെവിടെയോ കണ്ടിട്ടുണ്ട്. ഹി സെഡ് അവൻ പറഞ്ഞു. എന്താണ്? ഐ ഹാവ് സീൻ ഹെർ സംവേർ. സംവേർ എന്ന് പറഞ്ഞാൽ എവിടെയോ, സംവേർ നമുക്കറിയാത്ത സ്ഥലം, എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. സീൻ കണ്ടിട്ടുണ്ട്. ദി ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. എന്താണ്? ആ പെൺകുട്ടി എങ്ങനെയാണ് അവരെ നോക്കിയത്, ലുക്ക് ചെയ്തത്? ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി, ക്യൂരിയസ് കൗതുകത്തോടെ നോക്കി. ഹെർ മെസ്സി ഹെയർ വാസ് സിംഗിങ് ഇൻ ദി വിൻഡ്. അവളുടെ മെസ്സി ആയിട്ടുള്ള വൃത്തിയില്ലാത്ത അലങ്കോലായിട്ടുള്ള മുടി സ്വിങ്ങിങ് ആടി, ഇൻ ദി വിൻഡ് കാറ്റിലാടി. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. വളരെ ക്ഷീണിതയായിട്ടാണ് അവളെ കാണാൻ. ഷീ വെൻ ടു ദി വിൻഡോ. അവളെവിടേക്ക് പോയി? വിൻഡോൻ്റെ അടുത്തേക്കല്ലേ, ജനലിൻ്റെ അടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദി ഗേൾ. എന്താണ്? അവൾ ഒരു ഉണ്ണിയപ്പം ആ ഗേളിന് ഓഫർ ചെയ്തു. ഓഫേർഡ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തു അല്ലേ, കൊടുത്തു. എന്താണ്? ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദി ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. എന്താണ്? പക്ഷേ ആ കുട്ടി എന്താണ്? അത് വാങ്ങാതെ, വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്, അത് ടേക്ക് ചെയ്യാതെ, വിത്തൗട്ട് വാങ്ങാതെ, എന്താണ്? റൺ അവേ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോവുഡ് ദി ഗേൾ. എന്താണ്? സാഷയുടെ കണ്ണുകൾ ഫോളോ ചെയ്തു, ആ പെൺകുട്ടിയെ പിന്തുടർന്നു. സാഷൻ്റെ കണ്ണുകൾ എന്താണ്? ഇങ്ങനെ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കി. ബട്ട് ദി ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദി ബുഷസ്. പക്ഷേ ആ ഗേൾ എന്താണ്? അപ്രത്യക്ഷമായി, ഡിസപ്പിയറായി. ബിഹൈൻഡ് ദി ബുഷസ്, ബുഷസിൻ്റെ ബാക്കിൽ, ബിഹൈൻഡായിട്ട് ഡിസപ്പിയറായി. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു, ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി, അതിൻ്റെ ഓപ്പോസിറ്റ്. ആ ഗേൾ എന്താണ്? ബുഷിൻ്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ചു നിന്നു അല്ലേ, ബുഷിൻ്റെ ബാക്കിലേക്ക് കാണാതായി. വേർ ഡസ് ഷീ ലീവ്. അവളെവിടെയാണ് താമസിക്കുന്നത് അല്ലേ? അവൾ ലീവ് താമസിക്കുന്നത്. വേർ എവിടെയാണ്? സാഷ ആസ്ക്ഡ് നെവീൻ. സാഷ എന്താണ്? നെവീനോട് ചോദിച്ചു, ആസ്ക് ചെയ്തു, ആസ്ക്ഡ് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവനെങ്ങനെയായിരുന്നു? എൻജോയ് ചെയ്യുകയാണല്ലേ, ആസ്വദിക്കുകയാണ്. എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം, ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ബിഗ് ബൈറ്റ്, വലിയൊരു കഷ്ണം ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന നെവീനോടാണ് അവളെവിടെയാണ് താമസിക്കുന്നതെന്ന്, ആ കുട്ടി എവിടെയാണ്, ആ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹി സെഡ്. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, അവൻ പറഞ്ഞു. പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. എന്താണ്? വസ്ത്രങ്ങൾ എന്താണ്? കീറിയിട്ടുള്ളതായിരുന്നു. ടോൺ എന്ന് പറഞ്ഞാൽ കീറിയ വസ്ത്രങ്ങളായിരുന്നു. ക്ലോത്ത്സ് വസ്ത്രങ്ങൾ. ഹെർ ക്ലോത്ത്സ്, അവളുടെ ക്ലോത്ത്സ് എങ്ങനെയായിരുന്നു? ടോൺ, കീറിയിട്ടുള്ളതായിരുന്നു. സാഷ സെഡ്, സാഷ പറഞ്ഞു. എന്താണ്? ഓറഞ്ച് കളർ ബോക്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. വൈ ഡിഡ് നോട്ട് ദി ഗേൾ അക്സെപ്റ്റ് ദി ഉണ്ണിയപ്പം. എന്തുകൊണ്ടാണ് ആ ഗേള് ഉണ്ണിയപ്പം അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്, സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഉണ്ണിയപ്പം വാങ്ങിയില്ലല്ലോ, വാങ്ങാതെ ഓടിപ്പോയില്ലേ, എന്തുകൊണ്ടാണെന്ന് നോക്കാം. ദി ഗേൾ കംസ് എഗെയിൻ. ആ പെൺകുട്ടി എന്താണ്? കംസ് വന്നു, എഗെയിൻ വീണ്ടും, വീണ്ടും വരികയാണല്ലേ. എന്തിനാണ് വന്നതെന്ന് നോക്കാം. ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ് അനുപമ ദർ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദി ക്ലാസ്. എന്താണ്? മിസ് അനുപമ, അനുപമ എന്ന് പറഞ്ഞാൽ ദർ ടീച്ചർ, അവരുടെ ടീച്ചർ, വാസ് സിംഗിങ് എ സോങ്. എന്താണ്? ഒരു സോങ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ദി ക്ലാസ്, ക്ലാസ്സിൽ, ക്ലാസ്സിൽ എന്താണ്? ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടാണ് കേട്ടോ ഇത്. ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ഈ സോങ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഡൻലി സാഷ സോ ദി ഗേൾ എഗെയിൻ അറ്റ് ദി ഡോർ. പെട്ടെന്ന്, സഡനായിട്ട് സാഷ സോ ദി ഗേൾ, സാഷ എന്താണ്? ആ പെൺകുട്ടിയെ കണ്ടു. എഗെയിൻ അറ്റ് ദി ഡോർ, വീണ്ടും ആ ഡോറിൻ്റെ അടുത്ത്, ഈ ഡോറിൻ്റെ അടുത്ത് വീണ്ടും കാണുകയാണ്. എഗെയിൻ അറ്റ് ദി ഡോർ, വീണ്ടും ആ ഡോറിൻ്റെ അടുത്ത് കാണുകയാണ്.
പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, അവൾക്കകത്തേക്ക് വരണമെന്ന് തോന്നുന്നു. അവളെന്താണ് ചിന്തിക്കുകയാണ്. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. ഷീ വാണ്ട്സ് ടു കം ഇൻ, അവൾക്ക് എന്താണ് വേണം. ഷീ വാണ്ട്സ് ടു കം ഇൻ, ഉള്ളിലേക്ക് വരണമെന്ന് തോന്നുന്നു. അല്ലേ? കംസ് ഇൻ, കം ഇൻ, ഉള്ളിലേക്ക് വരണമെന്ന് തോന്നുന്നു. സാഷ മർമേഡ്, സാഷ എന്താണ് പിറുപിറുത്തു. എന്താണ് പതുക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പറയാണ്. എന്താണ് പാവം കുട്ടി അവൾക്ക് അകത്തേക്ക് വരണമെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാണ്. ലിസൺ സെഡ് ദി ടീച്ചർ, എന്താണ് ശ്രദ്ധിക്കൂ. ലിസൺ ഹിയർ എന്ന് പറയല്ലേ, ലിസൺ ശ്രദ്ധിക്കൂ. സെഡ് ദി ടീച്ചർ, ടീച്ചർ പറഞ്ഞു. ഹിയർ ഇൻ ദി ടീച്ചേഴ്സ് വോയിസ് ദി ഗേൾ റാൻ അവേ, എന്താണ് ഹിയർ ഇൻ ദി ടീച്ചേഴ്സ് വോയിസ്, ടീച്ചറുടെ വോയിസ് ഹിയർ ചെയ്തപ്പോൾ കേട്ടപ്പോൾ ദി ഗേൾ റാൻ അവേ, എന്താണ് ആ ഗേൾ എന്താണ് ഓടിപ്പോയി. താഴെ ഓറഞ്ച് കളർ ബോക്സിൽ എന്താണ് എഴുതിയത്? വൈ ഡിഡ് ദി ഗേൾ കം എഗെയിൻ, എന്തുകൊണ്ടാണ് ആ ഗേൾ എന്താണ് വീണ്ടും വന്നത്? എഗെയിൻ, എന്തിനാണ് വീണ്ടും വന്നത് അല്ലേ? നമുക്ക് നോക്കാം. എ ലുല്ലബി, എന്താണ് താരാട്ടുപാട്ട്. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നെവിൻ വർ വാക്കിംഗ് ഹോം, എന്താണ് സ്കൂൾ കഴിഞ്ഞിട്ട് സാഷയും നെവീനും വാക്കിംഗ് ഹോം, വീട്ടിലേക്ക് നടക്കുകയാണ്, വാക്ക് ചെയ്യാണ്. ഓൺ ദി വേ, ആ വഴിക്ക് എന്താണ് ദേ ഹിയർഡ് സമ്മൺ സിംഗിങ് എ സോങ്, എന്താണ് സമ്മൺ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ അല്ലേ, പാട്ട് പാടുന്നത് കേട്ടു. സിംഗ് ചെയ്യുന്നത്, സിംഗിങ് എ സോങ് സിംഗ് ചെയ്യുന്നത് കേട്ടു. ഹിയേർഡ് എന്താണ് കേട്ടു. ഏതാണ് ആ സോങ്? ഏതാണ്? ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. ഈ സോങ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നെവീൻ, ഡു യു ഹിയർ ദി സോങ്? സാഷ ആസ്ക്ഡ്, സാഷ ചോദിച്ചു. നെവീൻ, ഡു യു ഹിയർ ദി സോങ്, നീ എന്താണ് ആ സോങ് കേൾക്കുന്നുണ്ടോ, ഹിയർ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ദി സോങ് അവർ ടീച്ചർ തോട്ട് അസ് ടുഡേ, നെവീൻ റീപ്ലൈഡ്, നെവീൻ റീപ്ലൈ കൊടുത്തു, മറുപടി പറഞ്ഞു. റീപ്ലൈഡ്, എന്താണ് മറുപടി പറഞ്ഞത്? ദാറ്റ് ദി സോങ്, അതേതാണ് ആ സോങ്? അവർ ടീച്ചർ തോട്ട് അസ് ടുഡേ, നമ്മുടെ ടീച്ചർ ഇന്ന് പഠിപ്പിച്ചു തന്ന സോങ് ആണ്. ഈ സോങ് അല്ലായിരുന്നോ നേരത്തെ ടീച്ചർ ക്ലാസ്സിൽ പാടിയിരുന്ന സോങ്? ബട്ട് ഹൂ ഈസ് സിംഗിങ്, പക്ഷേ ആരാണ് പാടുന്നത് അല്ലേ? ആരാണ് പാടുന്നത്, സിംഗ് ചെയ്യുന്നത്? ഹൂ, ആരാണ്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, കം വരൂ നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, ലെറ്റ്സ് നമുക്ക്, ഫൈൻഡ് ഔട്ട് കണ്ടുപിടിക്കാം. താഴെ എന്താണ് ഓറഞ്ച് കളർ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്, അല്ലേ ആരാണ് പാടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആരാണ് അല്ലേ? ആരായിരിക്കും ആ പാട്ട് പാടിയത് അല്ലേ? ചിലപ്പോൾ ആ ഗേൾ ആയിരിക്കില്ലേ, ജനലിൻ്റെ അടുത്ത് ഒരു ഗേൾ ഉണ്ടായിരുന്നല്ലേ, ഒരു പെൺകുട്ടി വന്നു നിന്നിരുന്നു. ആ പെൺകുട്ടി പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ വന്നത്, എന്നിട്ട് ഇത് പാടുന്നത് ചിലപ്പോൾ ആ ഗേളായിരിക്കും അല്ലേ. നമുക്ക് ആരാണെന്ന് നോക്കാം. എ പ്ലസൻറ്റ് സർപ്രൈസ്, എന്താണ് സർപ്രൈസ് അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്നതിനെയാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. സാഷ ആൻഡ് നെവീൻ സ്പോട്ടഡ് ദി ഗേൾ നിയർ എ ട്രീ, സാഷയും നെവീനും ഒരു മരത്തിനടുത്ത് പെൺകുട്ടിയെ കണ്ടു. എന്താണ് സ്പോട്ടഡ്, കണ്ടു. ദി ഗേൾ നിയർ എ ട്രീ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലേ, മരത്തിൻ്റെ അടുത്ത് കണ്ടു. ഷി വാസ് ക്രാഡ്ലിങ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദി സോങ്, എന്താണ് അവൾ എന്താണ് ക്രാഡ്ലിങ് അല്ലേ, തൊട്ടില്ലാട്ടായിരുന്നു. ഹെർ ലിറ്റിൽ ബ്രദർ, അവളുടെ ചെറിയ അനിയനെ എന്താണ് ക്രാഡ്ലിങ് അല്ലേ, തൊട്ടിലാട്ടുകയായിരുന്നു. സിംഗിങ് ദി സോങ്, ആ പാട്ട് പാടിക്കൊണ്ട്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദി സോങ്, എത്ര പെട്ടെന്നാണ് അവൾ പാട്ട് പഠിച്ചത്. ഹൗ ക്വിക്ക്ലി, പെട്ടെന്ന്. ഹാസ് ഷീ ലേൺഡ് പഠിച്ചത്. ദി സോങ് ആ പാട്ട് പഠിച്ചത് എത്ര പെട്ടെന്നാണ്. നെവീൻ വിസ്പേർഡ് ടു സാഷ, നെവീൻ എന്താണ് പതുക്കെ സാഷനോട് പറയാണല്ലേ, എന്താണ് മന്ത്രിക്ക, മെല്ലെ പറയുന്നതിനാണ് വിസ്പർ ചെയ്യുക, സാഷനോട് പറയാണ്. ദി ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്, ആ ഗേള് അവരെ കണ്ടു. ദി ഗേൾ സോ, കണ്ടു, ദം അവരെ, ആൻഡ് സ്മൈൽഡ് ചിരിച്ചു, സ്മൈൽ ചെയ്തു. ഷീ ട്രൈഡ് ടു കോംബ് ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്, ഷീ ട്രൈഡ് ശ്രമിച്ചു, ട്രൈ ചെയ്തു. ടു കോംബ് പറഞ്ഞാൽ മുടി വാരാൻ, മുടി ചീകൂലെ, മുടി വാരാൻ, കോംബ് ചെയ്യാൻ. ഹെർ ഡ്രൈ ഹെയർ, ഡ്രൈ ആയിട്ടുള്ള മുടി, എന്താണ് വരണ്ട മുടി. വിത്ത് ഹെർ ഫിംഗേഴ്സ്, അവളുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട്. ഹെർ ഫിംഗേഴ്സ്, വിരലുകൾ ഉപയോഗിച്ചിട്ട് മുടി കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. യു സിങ് ബ്യൂട്ടിഫുള്ളി, നെവീൻ അപ്രീഷിയേറ്റഡ് ഹെർ,
നവീൻ എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാണ്, അവളെ അഭിനന്ദിക്കുകയാണ്, അപ്രീഷിയേറ്റ് ചെയ്യാണ്. യു സിങ് ബ്യൂട്ടിഫുള്ളി, നീ എന്താണ് മനോഹരമായി പാടി അല്ലേ, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി അല്ലേ. നമ്മളെ ക്ലാസ്സിൽ ഒരാൾ നന്നായിട്ട് പാടുകയാണെങ്കിൽ നമ്മളെന്താണ് ആ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യും, എന്താണ് അഭിനന്ദിക്കും. എങ്ങനെ? യു സിങ് ബ്യൂട്ടിഫുള്ളി, നീ നന്നായി പാടി എന്ന് നമ്മൾ പറയില്ല, അങ്ങനെ അഭിനന്ദിക്കൂലേ. അതുപോലെ നവീൻ എന്താണ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. യൂസിങ് ബ്യൂട്ടിഫുള്ളി, നീ നന്നായി പാടി എന്ന് പറഞ്ഞിട്ട്. സാഷ വാണ്ടഡ് ടു ഗീവ് ദി ഗേൾ എ ഗിഫ്റ്റ്, സാഷയ്ക്ക് എന്താണ് ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം നൽകണം എന്നുണ്ട്. എന്താണ് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്, എന്തായിരിക്കും സാഷയുടെ ഗിഫ്റ്റ്, സാഷ കൊടുക്കാൻ പോകുന്ന സമ്മാനം എന്തായിരിക്കും? ദി ഗിഫ്റ്റ്, എന്താണ് ഗിഫ്റ്റിലെ സമ്മാനം? സാഷ ഓപ്പൺഡ് ഹെർ ബാഗ്, സാഷ എന്താണ് അവളുടെ ബാഗ് ഓപ്പൺ ചെയ്തു, തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, എന്താണ് ഒരു ബുക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്, എന്താണ് അതെന്തായിരുന്നു, ഒരു സ്റ്റോറി ബുക്കായിരുന്നു, കഥാബുക്കായിരുന്നു, ചിത്രമുള്ള പിക്ചറുള്ള ഒരു കഥാബുക്കായിരുന്നു. ഹിയേഴ്സ് എ ഗിഫ്റ്റ് ഫോർ യു, ഇതാ നിനക്കൊരു ഗിഫ്റ്റ്, ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ, സാഷ എന്താണ് ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ, അവൾക്ക് കൈമാറി, അവളുടെ കൈകളിലേക്ക് കൊടുത്തു. ദി ഗേൾ വൈപ്പ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്, എന്താണ് ആ കുട്ടി, എന്താണ് പെൺകുട്ടി വൈപ്പ്ഡ്, എന്താണ് തുടച്ചു, ഹെർ ഹാൻഡ്സ് അവളുടെ കൈകൾ, ഓൺ ഹെർ സ്കേർട്ട് പാവാടയിൽ, അവളുടെ പാവാടയിൽ കൈ തുടക്കുകയാണ്. ഷീ റിസീവ്ഡ് ദി ബുക്ക് വിത്ത് എ സ്മൈൽ, എന്താണ് അവൾ ബുക്ക് സ്വീകരിച്ചു, റിസീവ്ഡ് സ്വീകരിച്ചു, ഏറ്റുവാങ്ങി. ദി ബുക്ക് വിത്ത് എ സ്മൈൽ, ഒരു പുഞ്ചിരിയോടുകൂടി അവൾ ബുക്ക് വാങ്ങി. കവിത ഹൂ ഈസ് ദർ, കവിത ആരാണവിടെ? ഹെർ മദർ കാൾഡ് ഔട്ട്, അവളുടെ അമ്മ വിളിച്ചു. ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ് ഹിയറിങ് ദി വോയിസ്, ലെറ്റ്സ് ഗോ നമുക്ക് പോകാം. നവീൻ ഹറീഡ്, നവീൻ എന്താണ് തിരക്ക് കൂട്ടി, തിടുക്കം കൂട്ടി. ഹിയറിങ് ദി വോയിസ്, ആ വോയിസ് കേട്ടപ്പോൾ, ശബ്ദം കേട്ടപ്പോൾ നവീൻ എന്താണ് നമുക്ക് പോകാമെന്ന് പറയാണ്. വി ഷുഡ് ടെൽ അനു ടീച്ചർ എബൌട്ട് കവിത, നമ്മളെന്താണ് എന്തായാലും കവിതയെ കുറിച്ചിട്ട് അനു ടീച്ചറോട് പറയണം, നമുക്ക് കവിതയുടെ കാര്യം അനു ടീച്ചറോട് പറയണം അല്ല. വി ഷുഡ് എന്തായാലും എന്താണ് അനു ടീച്ചറോട് പറയണം എബൌട്ട് കവിതയെ കുറിച്ചിട്ട് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, അവൾ എന്താണ് ടീച്ചർ എന്താണ് ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ഹെർ അവളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നു. സാഷ സജസ്റ്റഡ്, സാഷ നിർദ്ദേശിച്ചു. നെക്സ്റ്റ് എന്താണ് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത ഹൗ, അല്ലേ അനു ടീച്ചർ കവിതനെ ഹെൽപ്പ് ചെയ്യുമോ, എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക, നമുക്ക് നോക്കാമല്ലേ. ദി സ്മൈൽ, ഡിയർ ചിൽഡ്രൻ ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്, ഡിയർ ചിൽഡ്രൻ പ്രിയപ്പെട്ട കുട്ടികളെ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട് ഇന്ന് നമുക്കെന്താണ് ഒരു പുതിയ സുഹൃത്തുണ്ട്, ന്യൂ ഫ്രണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ എവേ, അവളെന്താ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്, പ്ലേസ് ഫാർ എവേ പറഞ്ഞാൽ ദൂരെ. ലെറ്റ്സ് വെൽക്കം ഹെർ, നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് നമുക്ക്, വെൽക്കം ഹെർ വെൽക്കം ചെയ്യാം അവളെ. ദി ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദി സ്കൂൾ അസംബ്ലി, എന്താണ് ഹെഡ് മാസ്റ്റർ എന്താണ് കവിതനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി, കവിത ഇൻ ദി സ്കൂൾ അസംബ്ലിയിൽ പരിചയപ്പെടുത്തി. ഷീ കെയിം ഫോർവേഡ്, അവളെന്താണ് മുന്നോട്ട് വന്നു. ഡ്രസ്ഡ് ഇൻ ദി സ്കൂൾ യൂണിഫോം, എന്താണ് സ്കൂൾ യൂണിഫോം ധരിച്ചിട്ട്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ, എന്താണ് അവൾ എല്ലാവരോടും നല്ലൊരു പുഞ്ചിരി കൊടുത്തു, ഊഷ്മളമായി പുഞ്ചിരിച്ചു. ദി ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻറ്റ് ടു ദി സ്റ്റേജ്, എന്താണ് ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് ചെയ്യാണ്, ക്ഷണിക്കുകയാണ് കവിതൻ്റെ പാരൻസിനെ, മാതാപിതാക്കളെ, ടു ദി സ്റ്റേജിലേക്ക് എന്താണ് പാരൻസിനെ ക്ഷണിച്ചു, വിളിക്കുകയാണ്. ആൾ ദി ചിൽഡ്രൻ ക്ലാപ്പ്ഡ്, എല്ലാ കുട്ടികളും എന്താണ് ക്ലാപ്പ് ചെയ്തു, കൈയടിച്ചു. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നെവീൻ, ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്, എന്നാണ് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ആരെ? സാഷയെയും നെവീനെയും. സാഷ ആൻഡ് നെവീൻ, ദേ ഹെൽപ്ഡ് അവരാണ് അവളെ സഹായിച്ചത്, ഹെൽപ്പ് ചെയ്തത് കവിതനെ, ടു ജോയിൻ അസ് എന്താണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് കവിതയെ സഹായിച്ചതാരാണ്? സാഷയും നെവീനാണ്. അപ്പോൾ അവളെന്താണ് ഞാനെന്താണ് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു അല്ലേ, അഭിനന്ദിക്കുകയാണല്ലേ, അവർ കാരണമല്ലേ കവിത സ്കൂളിൽ ജോയിൻ ആവാൻ കാരണം, സ്കൂളിൽ വരാൻ കാരണം സാഷയും നെവീനാണ്. അപ്പോൾ എന്താണ് ഹെഡ് മാസ്റ്റർ എന്താണ് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. സാഷ നെവീൻ പ്ലീസ് കം ടു ദി ഡൈസ്, സാഷ നെവീൻ പ്ലീസ് കം ടു ദി ഡൈസ്, എന്താണ് വേദിയിലേക്ക് വരൂ, ഡൈസ് സ്റ്റേജിലേക്ക് വരൂ എന്ന് പറയാണ്. ദി ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ്, ഹെഡ് മാസ്റ്റർ എന്താണ് പ്രോത്സാഹിപ്പിച്ചു, എൻകറേജ് ചെയ്ത്. ക്ലാപ്പിംഗ് ഹാൻഡ്സ്, എങ്ങനെ കൈ കൊട്ടിക്കൊണ്ട്, കൈ അടിച്ചുകൊണ്ട് എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് സാഷയെ നെവീനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. വൈ ഡിഡ് ദി ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നെവീൻ ടു ദി ഡൈസ്, അല്ലേ എന്തിനാണ് ഹെഡ് മാസ്റ്റർ സാഷനെയും നെവീനെ ഇൻവൈറ്റ് ചെയ്തത്,
വിളിച്ചതെന്തിനാണ്? സ്റ്റേജിലേക്ക്, ഡൈസിലേക്ക് വിളിച്ചതെന്തിനാണ്? അല്ലേ, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാഷനി നെവിനെ വിളിപ്പിച്ചത് അല്ലേ? എന്താണ്, അവർ കാരണമല്ലേ കവിത സ്കൂളിൽ ജോയിൻ ചെയ്തത്? ടിയേഴ്സ് ഓഫ് ജോയ് എന്താണ്? ആനന്ദക്കണ്ണീര്. എന്താണ്? സന്തോഷം കൊണ്ടുള്ള ജോയ്, സന്തോഷം. ടിയേഴ്സ് കണ്ണീര്, സന്തോഷം കൊണ്ടുണ്ടാകുന്ന കണ്ണീരില്ലേ, ആനന്ദക്കണ്ണീര്. സാഷ ആൻഡ് നെവിൻ മൂവ്ഡ് ടുവേർഡ്സ് ദി സ്റ്റേജ്. സാഷയും നെവിനും നീങ്ങി ടുവേർഡ്സ് ദി സ്റ്റേജ്, സ്റ്റേജിലേക്ക് നീങ്ങി. ദി ഹെഡ് മാസ്റ്റേഴ്സ് ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. എന്താണ്, ഹെഡ് മാസ്റ്റർ എന്താണ്, അവർക്ക് കൈ കൊടുത്തു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം, അവരുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. ആൾ ദി ചിൽഡ്രൻ അപ്ലോഡഡ് ദം എഗെയിൻ. എന്താണ്, എല്ലാ കുട്ടികളും അവരെ വീണ്ടും അഭിനന്ദിച്ചു. അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിച്ചു. ദം എഗെയിൻ, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അവരെ അപ്ലോഡ് ചെയ്തു, അഭിനന്ദിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നെവിൻ. എന്താണ്, കവിത സാഷയെയും നെവിനെയും നോക്കി, ലുക്ക്ഡ് നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ്, അവളുടെ കണ്ണുകൾ എന്താണ്, കൃതജ്ഞതയിൽ തിളങ്ങി. എന്താണ്, ഹെർ ഐസ് ബ്രൈറ്റൻഡ്, തിളങ്ങി, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ്, കൃതജ്ഞതയിൽ തിളങ്ങി. ഗ്രാറ്റിറ്റ്യൂഡ്, വളരെ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ എന്താണ്, തിളങ്ങാൻ തുടങ്ങി. അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. എന്താണ്, അനു ടീച്ചറുടെ പാട്ട് എല്ലാ മനസ്സിലും അലയടിച്ചു കൊണ്ടിരുന്നു, എക്കോ ചെയ്തു, മുഴങ്ങിങ്ങനെ കേൾക്കാൻ തുടങ്ങി. ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗീവ് ആൾ ദി ലവ് എ ഹേർട്ട് ക്യാൻ ഹോൾഡ്. എന്താണ്, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗോൾഡിനേക്കാളും വിലയുള്ളതാണ്, വേർത്തുള്ളതാണ്. ഗീവ് ആൾ ദി ലവ്, എന്താണ്, എല്ലാ സ്നേഹവും കൊടുക്കുക. എ ഹേർട്ട് ക്യാൻ ഹോൾഡ്, ആ ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്ന, ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന അത്രയും സ്നേഹം കൊടുക്കുക. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ എന്താണ്, കെയിം ഫോർവേഡ്, മുന്നോട്ട് വന്നു, ആൻഡ് ഹഗ്ഡ് കവിത, കവിതയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ദി ഗേൾ സ്മൈൽഡ്, ആ കുട്ടി എന്താണ്, പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദി കോർണർ ഓഫ് ഹെർ ഐസ്. എന്താണ്, ഒരു ചെറിയ തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണുകളുടെ കോണിൽ തിളങ്ങി. എ ടൈനി ഡ്രോപ്പ്, ടൈനി ഡ്രോപ്പ് പറഞ്ഞാൽ ചെറിയ തുള്ളി, ഓഫ് ടിയർ എന്താണ്, കണ്ണുനീര്. ഗ്ലിറ്റേർഡ് ഇൻ ദി കോർണർ ഓഫ് ഹെർ ഐസ്, ഗ്ലിറ്റേർഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങി, ഗ്ലിറ്റർ, തിളക്കം. ഇൻ ദി കോർണർ ഓഫ് ഹെർ ഐസ്, എന്താണ്, കോർണറിൽ, കണ്ണിൻ്റെ കോർണറിൽ, ഒരു മൂലയിൽ, അവളുടെ കണ്ണിൻ്റെ ഒരു മൂലയിൽ എന്താണ്, ഒരു ആനന്ദ കണ്ണീര്, ഒരു ചെറിയ കണ്ണുനീര്, ഒരു ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ, എന്താണ്, ചെറിയൊരു തുള്ളി കണ്ണുനീര് തിളങ്ങി. എന്താണ്, അതാണ് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണല്ലേ. അവർക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞല്ലോ, അവൾ വിചാരിച്ചിട്ടിരുന്നില്ല, അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണല്ലേ. അപ്പോൾ സാഷയും നബീനും കാരണമാണ് അവൾക്ക് സ്കൂളിൽ എന്താണ്, പഠിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്താണ്, എല്ലാവരും അവരെ അഭിനന്ദിച്ചു അല്ലേ. വൈ ഡിഡ് കവിത സ്മൈൽ, എന്തിനാണ് കവിത സ്മൈൽ ചെയ്തത്, ചിരിച്ചത് എന്തിനാണ്, അവളെ സന്തോഷം കൊണ്ടില്ലേ, അവൾക്ക് സ്കൂളിലൊക്കെ വരാൻ കഴിഞ്ഞല്ലോ. നമ്മളുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. കുറേ പേരൻസ് അവരുടെ കുട്ടികൾക്ക് എന്താണ്, ഇംഗ്ലീഷ് തീരെ അറിയില്ല, വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് എഴുതിയത്. അപ്പോൾ അത്രക്കും അറിയാത്ത കുട്ടികൾക്കൊരു ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. നെക്സ്റ്റ് ചാപ്റ്ററും ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കമൻറ്റായിട്ട്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം. Okay, thank you for watching. See you soon.